എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കുറച്ചായില്ലേ ഈ ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. മെയിനായിട്ട് ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, മടിയാടോ. ഞാൻ പറഞ്ഞില്ല അമ്മ മടി കൂടി എഡിറ്ററിന്. അതാണ് ഈ വീഡിയോ ഒക്കെ വരാൻ ലേറ്റ് ആവണേ. ഈ വീഡിയോ ഒക്കെ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇത് എക്സാമും കഴിഞ്ഞ് സ്കൂളും പൊട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോനെ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത്. മേ ബി എൻ്റെ വോയിസിനൊരു ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ സൗണ്ട് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല. അതെ, ഞങ്ങൾ കുറച്ച് സിമ്പിളാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും, അതെ കല്യാണമാണ്. അപ്പോൾ ഞാൻ കല്യാണത്തിന് കൂടിയ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ ഒരു ബബ്ബ അടിക്കുന്നത്. പിന്നെ ഇനി ഈ അക്കൗണ്ടിൽ കുറച്ചധികം കല്യാണ വ്ളോഗുകളാവും വരിക. കാരണം വേറെ ഒന്നുമല്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഇതപ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞാൽ നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. ആക്കി നല്ല, കാരണം ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ കാര്യമൊക്കെ പിന്നെ നമ്മൾ മറക്കാൻ പാടില്ല. നോ കോംപ്രമൈസ്. കല്യാണത്തിന് നേരത്തെ പോയിണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിനെ പറ്റിയാണ് ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ സീൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പോകാൻ നല്ല മടി ഉണ്ടായിരുന്നു, കമ്പനി ഉണ്ടാവില്ല, പോസ്റ്റ് ആവും എന്നൊക്കെ. അപ്പോൾ പിന്നെ ആളെ കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ചത്ത അവസ്ഥയായി. എനിക്കിന്ന് ഒരു ഭാഗത്ത് കടന്നാൽ മതി എന്നായിരുന്നു. കാരണം നല്ല വെയിലും നല്ല ക്ഷീണും എല്ലാം ഉണ്ടായിരുന്നു. ഗൈസ്, ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ഗൗരവമുള്ള എന്തുണ്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ പോയിട്ട് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. മുഖത്ത് മേക്കപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു വെറ്റ് വൈപ്സ് എടുത്തു, മുഖത്ത് തുടച്ചു, അത്രയൊക്കെ തന്നെ. പിന്നെ മുഖം നല്ല രീതിക്ക് ഫേസ് വാഷ് ഇട്ട് നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് മുഖം കഴുകി. അപ്പം ഉണ്ടായിരുന്ന ആ ഉണർവ് എനിക്കിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നു. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ സ്വന്തം വോയിസിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതോടെ എനിക്ക് എന്തോ ഒരു വർത്തമാനത്തിൽ എന്തോ പോലെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ടൈം റെഡിയാക്കാം. സത്യം പറഞ്ഞാൽ പൊതുവേ എൻ്റെ ഈ വോയിസിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് മെയിൻ. നിങ്ങൾക്ക് വല്ല സജഷനും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ, സീ യു ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കുറച്ചായില്ലേ ഈ ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. മെയിനായിട്ട് ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, മടിയാടോ. ഞാൻ പറഞ്ഞില്ല അമ്മ മടി കൂടി എഡിറ്ററിന്. അതാണ് ഈ വീഡിയോ ഒക്കെ വരാൻ ലേറ്റ് ആവണേ. ഈ വീഡിയോ ഒക്കെ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇത് എക്സാമും കഴിഞ്ഞ് സ്കൂളും പൊട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോനെ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത്. മേ ബി എൻ്റെ വോയിസിനൊരു ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ സൗണ്ട് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല. അതെ, ഞങ്ങൾ കുറച്ച് സിമ്പിളാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും, അതെ കല്യാണമാണ്. അപ്പോൾ ഞാൻ കല്യാണത്തിന് കൂടിയ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ ഒരു ബബ്ബ അടിക്കുന്നത്. പിന്നെ ഇനി ഈ അക്കൗണ്ടിൽ കുറച്ചധികം കല്യാണ വ്ളോഗുകളാവും വരിക. കാരണം വേറെ ഒന്നുമല്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഇതപ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞാൽ നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. ആക്കി നല്ല, കാരണം ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ കാര്യമൊക്കെ പിന്നെ നമ്മൾ മറക്കാൻ പാടില്ല. നോ കോംപ്രമൈസ്. കല്യാണത്തിന് നേരത്തെ പോയിണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിനെ പറ്റിയാണ് ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ സീൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പോകാൻ നല്ല മടി ഉണ്ടായിരുന്നു, കമ്പനി ഉണ്ടാവില്ല, പോസ്റ്റ് ആവും എന്നൊക്കെ. അപ്പോൾ പിന്നെ ആളെ കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ചത്ത അവസ്ഥയായി. എനിക്കിന്ന് ഒരു ഭാഗത്ത് കടന്നാൽ മതി എന്നായിരുന്നു. കാരണം നല്ല വെയിലും നല്ല ക്ഷീണും എല്ലാം ഉണ്ടായിരുന്നു. ഗൈസ്, ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ഗൗരവമുള്ള എന്തുണ്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ പോയിട്ട് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. മുഖത്ത് മേക്കപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു വെറ്റ് വൈപ്സ് എടുത്തു, മുഖത്ത് തുടച്ചു, അത്രയൊക്കെ തന്നെ.
പിന്നെ മുഖം നല്ല രീതിക്ക് ഫേസ് വാഷ് ഇട്ട് നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് മുഖം കഴുകി. അപ്പം ഉണ്ടായിരുന്ന ആ ഉണർവ് എനിക്കിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ സ്വന്തം വോയിസിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അതോടെ എനിക്ക് എന്തോ ഒരു വർത്തമാനത്തിൽ എന്തോ പോലെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ടൈം റെഡിയാക്കാം. സത്യം പറഞ്ഞാൽ പൊതുവേ എൻ്റെ ഈ വോയിസിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് മെയിൻ. നിങ്ങൾക്ക് വല്ല സജഷനും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ, സീ യു ഗൈസ്.